നമസ്കാരം ഗൈസ്, ആർജിയാണ്. വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഒരു ഡൈമണ്ട് ലൈഫ് വ്ലോഗാണ്. നമ്മൾ സ്വർഗത്തിൽ നിന്നും ഡൈമണ്ട് ലൈഫാണ്. ശ്രുതി എണീച്ചിട്ടില്ല, ശ്രുതി എണീക്കുന്നുള്ളൂ. ഞാൻ രാവിലെ 6 മണിക്ക് എണീറ്റിട്ടുണ്ട്. ശ്രുതി പതുക്കെ എണീക്കട്ടെ, കാരണം ലീവ് എടുത്ത് വന്നിരിക്കുന്നത് ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയല്ലേ. ആ സമയത്ത് വെറുതെ ഞാൻ കുത്തിനിപ്പിച്ച് ആളുടെ ഉറക്കം കളയണ്ടെന്ന് വെച്ചിട്ട് ഞാൻ വിട്ട് ആളോട് ഉറങ്ങട്ടെ. ശ്രുതി എണീറ്റ് ബാക്കിയുള്ള കളി ചെയ്യാണ്ട് നമുക്കിനി ഇന്ന് കുറച്ച് കാലൊക്കെ ഉൾപ്പെടുത്തി അമ്പലത്തിലൊക്കെ പോകണ കാര്യമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തി സെറ്റാക്കി എടുക്കാമെന്നൊക്കെ വിചാരിക്കുന്നു ബ്ലോഗിൽ. അപ്പോൾ എല്ലാം കൂടി ഉൾപ്പെടുത്തി ആയിരിക്കും നമ്മൾ ഇന്നത്തെ ബ്ലോഗ് നമ്മൾ ചെയ്യുന്നത്. ഇന്നത്തെ ഡെയിലി ലൈഫ് കുറേ കാലം ചെയ്യാനുള്ള പ്ലാൻ നേരത്തെ ഉണ്ട്. അപ്പോൾ ഇന്നലെ ചെയ്ത കുറേ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീടൊക്കെ ഒന്ന് ചേർന്ന് വൃത്തിയാക്കൽ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാ കാലവും ഫാസ്റ്റായിട്ട് ചെയ്ത് സെറ്റാക്കി എടുക്കണം, അതൊക്കെയാണ് മെയിൻ പരിപാടി. അപ്പോൾ എന്തായാലും ശ്രുതി എണീക്കട്ടെ, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. ഞാൻ എന്നിട്ട് കുറച്ച് നേരമായി. സമയം ഇപ്പോൾ എന്തായാലും ഒരു 7 മണിയായി. ഞാൻ 6 മണിക്ക് മുമ്പ് എണീറ്റ്, 6 മണിയപ്പോൾ എണീറ്റ്, 6 മണിയല്ല 6 മണിക്ക് മുമ്പ് എണീറ്റാണ്. അപ്പോൾ ശ്രുതി എണീക്കുന്നുള്ളൂ. ശ്രുതി എണീച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യം ചെയ്യാം. കണ്ടോ ഗൈസ്, സൂര്യൻ ഉദിച്ചിരുന്നുള്ളൂ അവിടെ നിന്ന്. പിന്നെ രാവിലെ ഇവിടെ നല്ല മഞ്ഞൊക്കെ ആയിരുന്നു, വഴിയൊക്കെ നനഞ്ഞു നിൽപ്പുണ്ട് മഞ്ഞിറങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും ഞാൻ കൂടി വീട്ടിലേക്ക് ചെല്ലട്ടെ. എണീറ്റ് വന്നിട്ടുണ്ട്. അവിടെ താഴത്തെന്തോ ശബ്ദം രാത്രി കേട്ട് തുടങ്ങി. അപ്പോൾ തപ്പാൻ വേണ്ടി പോയിക്കാം. തേങ്ങ കൊണ്ടുണ്ട് ഗൈസ്, നമ്മുടെ തെങ്ങിന് തേങ്ങ കൊണ്ടുണ്ട്. പന്നി ആ തേങ്ങയുടെ പകുതി കൊണ്ടുപോയിട്ടുണ്ട്. പൊതിച്ചിട്ട് കിട്ടിയിട്ടില്ല പാവത്തിന് അല്ലേ, അതുകൊണ്ട് രക്ഷപ്പെട്ട്. ഇതാണ് ഗൈസ് തേങ്ങ. നമുക്ക് താഴത്തുനിന്ന് ശ്രുതി എടുത്തുകൊണ്ട് വന്നത്. സംഭവം ഇത് പന്നി ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ കിട്ടിയിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആ സൗണ്ട് കേട്ടിട്ട് അസു പുറത്തോറങ്ങി നോക്കാൻ വേണ്ടി പറഞ്ഞില്ലേ. ഞാൻ ഒച്ചപ്പാട് കേട്ടപ്പോൾ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങി ഒച്ചയുണ്ടാക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ സമയത്ത് ഒച്ചപ്പാടുണ്ടായിരുന്നു. താഴത്തുനിന്ന് പതുക്കുന്ന നടക്കുന്ന ശബ്ദം കേട്ട്. അപ്പോൾ പന്നി ആ സമയത്ത് ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നു എന്തോ. കാരണം ഇവിടെ ആളുണ്ടെങ്കിൽ ഇവിടെ മുറ്റത്ത് വരെ വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് രക്ഷപ്പെട്ട്. ഓക്കെ, ഇന്ന് ചമ്മന്തിരിക്കാൾ തേങ്ങയായി. പാട്ട് വെക്കാൻ വേണ്ടി പോകണം കേസ്. ഇനിയിപ്പോൾ കുറച്ച് ശല്യമായിരിക്കും വീഡിയോസ് എടുക്കാനായിട്ട്. പിന്നെ നമ്മുടെ എലി വന്ന് നമുക്ക് അടിപൊളി പണി വന്നിട്ടുണ്ട്. നമ്മുടെ എലി, നമ്മൾ വളർത്തുന്ന എലിയല്ല, നമ്മൾ നേരെ ബാക്കി വെച്ച ഫുഡ് ബ്രെഡ് എലി കരണ്ട് കൊണ്ടുപോയി. അതാണ് എലി എന്ന പണി, മുട്ട പണി. ഭാഗ്യം. ഇപ്പോഴാണ് ശരിയായത്. അവിടെ റൂമിനകത്ത് നിന്ന് എടുത്തപ്പോഴേ ഇവിടെ നിന്ന് പുറത്തുനിന്ന് വെട്ടടിക്കുന്നില്ല, ആ വെട്ടത്തിൻ്റെ വെട്ടവും പോയിട്ടോ വീഡിയോയിലെല്ലാം പറഞ്ഞിരിക്കാം. നമ്മൾ ഇന്നലെ വെള്ളം തിളപ്പിച്ചായിരുന്നു കുടിക്കാനായിട്ട്. നമ്മളെ കിട്ടില്ല കേസ്, താഴത്തുനിന്ന് വെള്ളം നിർത്തി നമ്മൾ, കാരണം ഉപയോഗിക്കാത്തല്ലേ. മാത്രമല്ല നമ്മൾ സാധാരണ താഴത്തുനിന്ന് കുടിക്കാറ്, ഇപ്രാവശ്യം താഴത്തുനിന്ന് എടുത്തില്ല. ഇവിടെ നിന്ന് നമ്മുടെ കിട്ടുന്ന കുടിക്കാന്ന് വെച്ചാൽ നല്ല വൃത്തിയുള്ളത്. നമ്മൾ കാരണം പാചകം ചെയ്യണതും കുടിക്കാൻ മാത്രം താഴത്ത് എടുക്കുന്ന അവസ്ഥയായിരുന്നു നമ്മള്. അപ്പൊ അത് നിർത്തി. വെള്ളം കുറയുന്ന സമയത്ത് വൃത്തിയാക്കി കഴുകിയിട്ട് ഞാൻ തന്നെ ഇറങ്ങും. ചെടിയൊക്കെ നമ്മള് കോരി നോക്കണം, വൃത്തിയാക്കണം. പൈസ റെഡി ആണെങ്കിൽ പണിക്കാർ വെച്ച് ചെയ്യിക്കാം. നോക്കട്ടെ, എന്തെങ്കിലും ചെയ്ത് വൃത്തിയാക്കി എടുക്കണം. വെള്ളം നമ്മൾ കുടിക്കാൻ വേണ്ടി കുപ്പി നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല വെള്ളമാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ശ്രുതി മുട്ട പുഴുങ്ങാനാണ് കേസ് നമുക്ക് പ്ലാൻ ചെയ്യുന്നത്. മുട്ടയും പഴമുണ്ട്, ബ്രെഡിന് എരിവുണ്ട്, അത് കഴിക്കാനുള്ള പ്ലാനായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ പോയിട്ട് മാവ് വാങ്ങിച്ചിട്ടും, കാരണം നമുക്ക് തേങ്ങ കിട്ടിയില്ല, ചമ്മന്തി അരക്കാമല്ല, അതുകൊണ്ട് മാവ് വാങ്ങിച്ചിട്ടും. പിന്നെ മുട്ട പുഴുങ്ങിയിട്ട് ബ്രെഡ് ഇതാക്കി കഴിക്കണം. പല്ല് വെച്ചിട്ടില്ല, ശ്രുതി ബാത്റൂം പോയിട്ട് വന്നേ ഉള്ളൂ. അതെ അപ്പോൾ അമ്മയ്ക്ക് എന്തിട്ടുമല്ല. അപ്പോൾ എന്തായാലും പോയിട്ട് പല്ലൊക്കെ തന്നെ സാധനം 10 മണി ശ്രുതി ഞാൻ പറഞ്ഞ പോലെ 10 മണിയപ്പോഴും എണീറ്റ് വന്നത്. അത് കറക്റ്റ് 9:56 എണീറ്റ് വന്നത്. അതാണ് കാര്യം. എനിക്കറിയാം ശ്രുതി എന്തായാലും 10 മണി എണീറ്റ് വരുള്ളൂ. തേങ്ങ അങ്ങനെയൊക്കെയാണ്. അതാണ് ഉറക്കം വന്നാൽ ഉറക്കം കഴിഞ്ഞിട്ട് വാങ്ങിക്കാൻ വരുന്നുള്ളൂ. അതുകൊണ്ട് ഞാനൊന്ന് കയറ്റേ, കാരണം ഞാൻ ഡെയിലി രാവിലെ 4 മണിക്ക് എറണാകുളത്തേക്ക് ഞാൻ അതിനോട് നടക്കാനൊക്കെ പോകാൻ വേണ്ടിയും രാവിലെ 4 മണിക്ക് എണീക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും 4 മണി മാറി 6 മണി. ഞാൻ എൻ്റെ 6:05. ഞാൻ എൻ്റെ 6 മണി കഴിഞ്ഞ്. ഞാൻ പ്രതീക്ഷയിൽ 6 മണി ആവുന്നു, കാരണം ഞാൻ 4 മണിയാകുമ്പോൾ ഇരിക്കുന്ന ആളല്ലേ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലിരിക്കുകയായിരുന്നു, പക്ഷേ ലേറ്റായി പോയി. എന്നാലും കുഴപ്പമുണ്ടായില്ല. അപ്പോൾ ഇനിയിപ്പോൾ ഒരു പല്ലൊക്കെ തേച്ചിട്ടോട്ടെ. കഴിഞ്ഞാ പോവാ. അത് അടച്ചോക്കണ്ടേ? അതാ തുറന്നു വെക്കണത്. 10 മിനിറ്റ് അല്ലെങ്കിൽ 8 മിനിറ്റ് ബോയിലാണ്. ഇത് അടച്ചു വെച്ച് കഴിഞ്ഞാല് വെള്ളം നന്നായിട്ട് ബോയിലാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവും. പോകാൻ കുറേ ദൂരമൊന്നുമില്ല. പല്ലേക്കാണ്ട് നമ്മുടെ കിണറിൽ തന്നെ പല്ലേക്കാണ്, കിണറിനോട് പല്ലേക്കാൻ പറ്റുള്ളൂ. നമ്മൾ അവിടെ പോയി പല്ലൊക്കെ തേച്ചിട്ട് പ്രശ്നമായിട്ട് വരാം. ഞാൻ ഫോൺ ചാർജ് ചെയ്ത പൈസ, കാരണം എനിക്കിനി റീലും ബ്ലോഗൊക്കെ എടുക്കാണ്ട്. അപ്പോൾ ഫോണിൽ ചാർജ് വേണമല്ല, അതിൻ്റെ പണിയാവും. അപ്പോൾ ശ്രുതി ഇത്രയും പാത്രം കഴിയാണ്ട് ഇന്നലെ കഴിച്ച പാത്രമാണ്. അപ്പോൾ അതൊന്ന് കഴിയെടുക്കണം.
അപ്പോൾ അതൊന്ന് കഴുകണം. ബ്രഷും പേസ്റ്റ് എടുത്തോണ്ട് ശ്രുതി പല്ലേക്കാൻ വേണ്ടി പോയി. പാത്രം കഴിക്കാൻ വേണ്ടി പോയി. ഞാൻ പല്ലേക്കിട്ട് പാത്രം കഴിയിട്ട് വരാം. ശ്രുതി ആ പാത്രം പിടിച്ചും കൈ എടുക്കുകയാണ്. എന്നിട്ട് ഞാൻ തന്നെ പല്ലേക്കട്ടെ സമയം കൊണ്ട്. ഇനി ശ്രുതി കുറച്ച് നേരം മൊബൈൽ കളിയാണ്. മൊബൈൽ കളിക്കട്ടെ. ഒരു മൊബൈൽ കുത്തിപ്പറക്കൽ ഈ സമയത്തേക്കാണ്. ഇനി നമുക്ക് താഴത്ത് കടയിൽ പോകാണ്ട് മാവായിട്ട് ഇടണം. പിള്ളേരോട് കളിക്കാൻ വേണ്ടി പോകാണ്ട് മാവ് വാങ്ങിച്ചിട്ട് ദോശയ്ക്ക് ചമ്മന്തി എടുക്കാണ്. തേങ്ങ ഇട്ടിട്ടുണ്ട്. മാവ് വാങ്ങിച്ചിടണം. അത് വൈകിട്ടാകുമ്പോൾ തിരിച്ചു വിടില്ല. പോയാലപ്പോൾ ഇപ്പം പോയിട്ട് അപ്പം തിരിച്ചു വരും. പെട്ടെന്ന് ചിരിച്ചോണ്ടിരിക്കാതെ. പെട്ടെന്ന് തന്നെ കുളിച്ച് പ്രശ്നമുള്ളതാണ്. എന്നിട്ട് വീണ്ടും അമ്പലത്തിൽ പോകണം അല്ലേ? ഓക്കെ. അപ്പം എന്തായാലും ബ്രെഡ് കഴിക്കാറില്ല. ബ്രെഡ് എരി ഉണ്ടായി. ആയി വൃത്തി കൊള്ളാനായിട്ട് അടക്കണ്ടേ? തുറന്നോക്കണോ? ശരി, തുറന്നോക്കട്ടെ. അപ്പോൾ നമുക്ക് 3 പഴം 2 ഓരോ മുട്ടയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ശ്രുതിയും കഴിക്കണം, ഞാനും കഴിക്കട്ടെ. അപ്പോൾ പിന്നെ പോയിട്ട് ദോശ വാങ്ങിച്ച് നമുക്ക് രാത്രിക്കുള്ള ഫുഡ് ഉണ്ടാക്കാം. എന്നുവെച്ചാൽ ഉച്ചത്തേക്ക് രാത്രിക്കാൻ ചെയ്യാം അല്ലേ? അപ്പോൾ ഇപ്പം നമുക്ക് കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഹെൽത്തി ഫുഡാണ്, നല്ലതാണ്. പിന്നെ എന്നാലും ഞാൻ ദോശ ഇടലേക്ക് മിസ് ചെയ്യണ്ടേ? കഴിക്കട്ടെ. എന്നിട്ട് ശ്രുതി വീണ്ടും പോയി ഫുഡ് കഴിച്ചിട്ട് കിടന്നു. ഗൈസ് റെസ്റ്റാണെന്ന് പറഞ്ഞു. കുറച്ച് കിടക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ വല്ലപ്പോഴല്ലേ റെസ്റ്റ് എടുക്കട്ടെ. ഇതിപ്പോൾ നാളെ പണിക്ക് പോയി കഴിഞ്ഞാൽ പട്ടിപ്പണിയുടെ കാളല്ലേ. അതുകൊണ്ടിപ്പോൾ റെസ്റ്റ് എടുക്കണം എന്ന് പറഞ്ഞ് റെസ്റ്റ് എടുക്കട്ടെ. ഇതുകൊണ്ട് നമുക്ക് താഴത്ത് പോകാണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആണ് ഗൈസ്. കാരണം അവൾക്ക് ശമ്പളം മാസം അക്കൗണ്ടിൽ കിട്ടുന്ന 5400 രൂപയാണ്. PF-ഉം ഹോസ്റ്റൽ ഫീസ് എല്ലാം പിടിച്ച് കഴിഞ്ഞിട്ട് ആ 5400 3000 മെഡിസിന് പോവും. ബാക്കിയുള്ള 2400 രൂപ. 2400 രൂപയിൽ 1500 രൂപ ശ്രുതിക്കാൻ 1500 രൂപയ്ക്ക് മെഡിസിനും ചിലവൊക്കെ വേണം. ബാക്കി 900 രൂപയ്ക്ക് അയച്ചു. ആ 900 രൂപ രണ്ടാളുടെയും ഫോണും 350 റീചാർജ് ചെയ്ത് ബാക്കി 200 രൂപയുടെ കയ്യിൽ സേവിങ്സ് ആയിട്ട് വേണം. അപ്പോൾ ഒരു മാസം നമ്മുടെ സേവിങ്സ് 200 രൂപയാണ്. ആ 200 രൂപ സേവിങ്സും വണ്ടി കാശ് മുടക്കി നമ്മൾ വന്നിരിക്കുന്നത് വീട്ടിലേക്ക്. ഇനി തിരിച്ചോളം വണ്ടി കാശ് ഒപ്പിക്കണം. ഇതൊക്കെയാണ് അവസ്ഥ ലൈഫ്. സാലറി ഇല്ലെങ്കിൽ പണിയെടുത്തിട്ട് സാലറി ഇല്ലാത്ത അവസ്ഥ. നമ്മുടെ നാട്ടിൽ വെറുതെ അല്ല എല്ലാവരും നിൽക്കാത്തത്. ശരിക്കും നമ്മുടെ നാട്ടിൽ നിന്ന് എല്ലാവരും നാടോടാൻ മെയിൻ കാരണം ഈ സാലറി കുറവായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആരും ഈ നാട്ടിൽ നിന്നിട്ട് പോകില്ലായിരുന്നു. നിന്നേ സാലറി ഇല്ലാത്തവർ നിൽക്കാത്തത്. പട്ടിപ്പണിയും സാലറി ഇല്ലാത്ത അവസ്ഥയും അതാണ് നിങ്ങൾ. അത് നമുക്ക് മാത്രമല്ല, എല്ലാവർക്കും ഈ അവസ്ഥ തന്നെ കേട്ടോ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഈ അവസ്ഥയിലുള്ള ആൾക്കാർ. അതാണ്. പക്ഷേ ഇനിയിപ്പോൾ മിക്കവാറും സുധിര ജോലി നമ്മൾ നിർത്താൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ പോയി ശരിയാവില്ല. വേറെ ജോലി നോക്കണ്ട, കിട്ടിക്കഴിഞ്ഞാൽ മാറണം അല്ലേ നിഷു? ശ്രുതി കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ പപ്പായ 2 പഴുത്തിപ്പുണ്ട്. അപ്പോൾ അത് ഇടാനുള്ള പ്ലാൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ഞാൻ നോക്കിയപ്പോഴേക്കും വടി ഒടിഞ്ഞു പോയി. ശ്രുതി ഇപ്പോൾ പോയിട്ട് പച്ചവല ഇട്ടിട്ട് അതിൻ്റെ ഇതെടുത്ത് വന്നിരിക്കുകയാണ് ഇടാനായിട്ട്. ഇപ്പോൾ വീണായിട്ട് വേണം നമുക്ക് പപ്പായ മുറിച്ച് ഞാൻ കുടിച്ച് പ്രശ്നമാണ്. നമുക്ക് താഴെ പോകണം. അങ്ങനെ കുറച്ച് കാര്യമൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ വേണ്ടി വീണ് ഒരെണ്ണം മതി. ഒരെണ്ണം ചെറുതാണ്, ബാക്കിയാണ് നിൽക്കട്ടെ. അത് നമുക്ക് നാളെ രാവിലെ ഇടാം. ഇത് ഇന്നത്തേക്ക് മതിയാവും. വളരെ വലുതൊക്കെ എടുത്തിട്ടല്ലേ. ഈ പഴുപ്പ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. ശരിക്കും വെച്ചാൽ പഴുത്ത് കുഴഞ്ഞിരിക്കുന്നത്. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമാണ്. എനിക്ക് കറിക്കാൻ മുറിക്കാനുള്ള പഴുപ്പാണ് ഇഷ്ടം. എന്തായാലും എനിക്കിഷ്ടപ്പെടും. അതുകൊണ്ട് മുറിച്ച് കഴിക്കാൻ നമുക്ക് എന്തായാലും. പപ്പായ നമ്മുടെ പപ്പായത്തിനോടും പപ്പായാണ്. അവിടെ വളവും വിശേഷമൊന്നും ഇല്ലാത്ത സാധനം വെച്ചു. വിഷമൊന്നുമില്ലാത്ത കീടനാശില്ലാത്ത നല്ല ഫ്രഷ് സാധനമാണ്. നാച്ചുറലായിട്ട് വളർന്നതാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാമല്ലോ. ശ്രുതി വൃത്തിയാക്കട്ടെ. കുളിച്ചിട്ട് താഴെയൊക്കെ പൊടി ഒരുപാട് കാര്യങ്ങളൊക്കെ അതൊക്കെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് നിഷു. ഇന്നത്തെ ഡയമണ്ട് ചിലപ്പോൾ ലെങ്ത് ആയി പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ തോർത്തെടുത്ത് വെക്കുന്ന കേസ്. അപ്പോൾ ശ്രുതി അതിനെ കളിയാക്കിയതാണ്. കുളിക്കാൻ വേണ്ടി ഞാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് ശ്രുതി പപ്പായ ഇടണമെന്നുണ്ട്. അതിന് വാക്കാത്തിട്ട് പോയിട്ട് അതിനുവേണ്ടി ഒരു ഓല വെട്ടിക്കൊണ്ടുവന്നത്. തേങ്ങ പൊതിക്കണമെന്ന് നിഷുനി. തേങ്ങ പൊതിക്കി എന്റെ ജോയിന്റ് വയ്യാത്തയാണ്. ആണോ കേസ്? ഇതൊക്കെ എന്റെ പണിയാണ്. ഇതെല്ലാം തയ്ച്ചിരിക്കും. സീരിയസ് ആയിട്ട് പറഞ്ഞു, എന്റെ ജോയിന്റ് കംപ്ലൈന്റാ. ഞാൻ പറയുന്നത് ബെഡ് ഇതാക്കിയിട്ട് ആ സിലിണ്ടർ എടുത്തപ്പോഴത്തേക്കും കൈന്റെ ഇവിടെ ഒരു ഇതായിന്ന് പറഞ്ഞില്ലേ. കഴിഞ്ഞ മാസം 13-ാം തീയതി വന്നു പോയപ്പോ. ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. ഇതൊക്കെ എൻ്റെ തലയിലാവും. കുഴപ്പമില്ല, ചെയ്യാം.
ഒരു തേങ്ങ അല്ലേടേ. ഒരു തേങ്ങ തലയിൽ കെട്ടിന് ക്ഷീണം ഇപ്പോഴും മാറിയിട്ടില്ല. അടുത്ത തേങ്ങ കേട്ടതേ ഉള്ളൂ. തേങ്ങ ശ്രുതി വാങ്ങി കൊടുക്കണം. പപ്പായ ആയിട്ടുണ്ട്, പപ്പായ കഴിക്കാം. ഇത് എനിക്ക് ശ്രുതിയൊന്നുമില്ല, ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രുതി കഴിക്കുന്നുണ്ട്. ഇനി വേണം കുളിച്ച് ഭക്ഷണം. ഇനി കുളിച്ച് ഭക്ഷണം പോയിട്ട് ആർജ് അങ്ങനെ എനിക്ക് തേങ്ങ പൊളിച്ചിടാൻ വേണ്ടി ഇരിക്കുകയാണ്. അതാണ്, എന്നിട്ട് വേണം കുളിക്കാൻ വേണ്ടി പോകാൻ വേണ്ടി. എന്തായാലും തേങ്ങ പൊളിച്ച് തരട്ടെ. തേങ്ങയൊക്കെ പൊളിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തു. ശ്രുതിൻ്റെ തുണിയൊക്കെ മടക്കെടുത്ത് വെക്കാണ്. നമുക്ക് കുളിച്ച് ഫ്രഷ് ആവണം. എന്താ വെച്ചാൽ ഒരു പഴം കൂടി ഉണ്ട്, എന്തായാലും പഴുത്തതായിപ്പോയി. വെച്ച് കഴിഞ്ഞാൽ നാളെ ആകുമ്പോൾ ഒന്നും നിൽക്കൂല. എന്താ വെച്ചോ അത് തിന്നാ തിന്നു കേടായി കളയാൻ പറ്റില്ല. അത് വിശപ്പുണ്ട്. സത്യത്തിൽ നമ്മൾ ഇഡ്ഡലി ദോശ അങ്ങനെ സംഭവം ചോറൊക്കെ വെച്ചിട്ട് നമുക്ക് ബ്രെഡും പഴം മാത്രം, ബ്രെഡില്ലെന്ന് പഴം മാത്രം കഴിച്ചോളൂ. കഴിച്ച ബ്രെഡ് എരിവുണ്ട് ബാക്കി. ഇനിയിപ്പോൾ നമ്മൾ കുടിച്ച് താഴെ പോയിട്ട് മാവ് വാങ്ങിയിട്ട് വന്നിട്ട് ചമ്മന്തി കഴിച്ച് ദോശ ഉണ്ടാക്കാൻ. എന്താ വെച്ചോ രാത്രിക്ക് ദോശയല്ലേ? അങ്ങനെ തുണിതേ ശ്രുതി തുണി നല്ല കളറൊക്കെ എടുത്തിട്ട് പോകണം മുക്കി വെക്കാനായിട്ട്. എല്ലാം എടുത്താ? ഇതെടുക്കാത്തതാണ്. അലക്കൂല ഉടായിപ്പണിക്കണ്ട തേങ്ങ. നിന്റെ മണം എനിക്ക് വേണ്ട. നീ മറ്റേത് അലക്കാ. നിക്കറ് എനിക്ക് 4 ലിറ്റർ പോകണം. നിക്കറ നിക്കിട്. ഇന്നൊരു സ്ഥലം കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് അലക്കണം. പാൻറ് നീട്ടർ നശിപ്പിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. ശ്രുതി എനിക്ക് നേക്കാൻ പറ്റത്തിലാണ്. നേക്കാൻ പറ്റി തന്നിട്ടാണോ പതുക്കെ. അതുകൊണ്ട് നമുക്ക് കുളിച്ച് പ്രശ്നമാവണം. എനിക്കായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക. നിനക്കോട് സൂക്ഷിച്ച് വെച്ചിരിക്കുക വെട്ടിത്തരാനായിട്ട്. ഞാൻ കുളിക്കാൻ പോകുന്ന വെച്ച്. അപ്പോൾ നീർക്കട്ട കണ്ടപ്പോൾ എനിക്ക് തോന്നി നേക്കാൻ പറ്റാന്ന് വെച്ച്. ആ കൈ ഒന്ന് കാണിച്ചേ. അപ്പുറത്തെ കൈ അപ്പുറത്തെ കൈ കാണിക്ക്. കണ്ടോ ഗൈസ്, തീട്ട ആ ദാഹത്തിന്റെ ഇടയിൽ എന്തോ ആയിരിക്കണേ. അത് രാവിലെ ഇപ്പോ ഇതാക്കിയതാണ്. തേങ്ങ കുളിച്ച് പോയതാ. എന്നിട്ട് പറഞ്ഞ് കുളിച്ച് പ്രശ്നമായിട്ട് അങ്ങനെ നമ്മളവിടെ കുളിച്ച് ഫ്രഷായി കഴിഞ്ഞു. ഇനി നമുക്ക് പതക്കം താഴത്ത് പോകണം. അടുത്ത റെഡി അല്ലേ നിശു? നമ്മളെ താഴത്ത് പോയിട്ട് അമ്പലത്തിൽ പോകണം അല്ലേ? അതെ, ചേച്ചി ഒന്നിട്ട് പോകും. അപ്പോൾ നമുക്ക് അവിടെ പോകണം. അവിടെ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത ബാക്കി കാണാം. അത് അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് ഞാനൊരു ഡ്രസ്സൊക്കെ മാറി കുളിച്ച് ഫ്രഷായിട്ട് ശ്രുതിൻ്റെ ഡ്രസ്സ് ഇതേ ഇന്നൊക്കെ അതിൽ പ്രോ വാങ്ങിച്ചത് നമുക്ക് സെറ്റല്ലേ? നമുക്ക് പോകാൻ കാര്യം വെച്ചാൽ വെയിൽ താഴെ കാത്തിക്കായിരുന്നു. ഡ്രസ്സ് കാണിച്ചപ്പോഴത്തേക്ക് എന്റെ ചെറിയ അനിയൻ പറയണ്, ചേച്ചി എന്താ അംഗൻവാടി പഠിക്കുന്നതാണോ? കാരണം ഇങ്ങനെ മാച്ച് ഇതാക്കി വാങ്ങിക്കുന്ന ഫസ്റ്റ് ടൈം ആണല്ലോ. അങ്ങനെ അവൻ കളിയാ. അപ്പൊ എന്തായാലും നമുക്ക് ഇറങ്ങാനുള്ള കാര്യം ചെയ്യാം. വെയിൽ താഴെ കാത്തിരിക്കാൻ തോന്നിട്ട് വെയിൽ തന്നപ്പോൾ കുളിച്ച് ഫ്രഷായിട്ട് ഇറങ്ങാണ്. കുളിക്കാൻ പോലും പറ്റില്ല, ചൂട് അതിനകത്ത്. ഒന്നാമത് എൻ്റെ മോങ്ങ ഫുള്ളും ഇവിടെ ഫുള്ളും കുരു ചൂടും ചൂടാണ് ഫുള്ളായിട്ട് നെറ്റ് ഫുള്ളും ഇവിടെ കുരു പൊട്ടി. അങ്ങനെ എല്ലാം ബുദ്ധിമുട്ടാണ്. ഈ ചൂട് സഹിക്കാൻ പറ്റുന്ന പ്രശ്നം. അവസാനം കൂടി ലേറ്റാക്കിയതുകൊണ്ട്. പക്ഷെ ചൂടത്ത് പപ്പായ കഴിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ പപ്പായ കഴിക്കാൻ പറ്റില്ല. നമ്മൾ കഴിച്ച് അങ്ങനെ കഴിച്ചാൽ ചൂട് വെച്ചിട്ട് വിശപ്പ് മാറണ്ടേ? വിശപ്പ് മാറാൻ വേറെ ഒന്നുമില്ലല്ലോ. നമ്മൾ ചോറ് വെച്ചിട്ടില്ല, കറി വെക്കാൻ. നമ്മൾ 200 രൂപ കൊണ്ട് വന്നത് കേസ് പറഞ്ഞില്ല നമ്മൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചിലവൊന്നും കഴിഞ്ഞ് പോകാനുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകണമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ പഴമൊക്കെ കടം വാങ്ങിച്ചിട്ട് ആയത്തുനിന്ന്. അപ്പോൾ എന്തായാലും ബ്രെഡ് വാങ്ങിച്ചത് എരി കൊണ്ടുപോയി. അവിടെ നമ്മൾ ചോറുണ്ടാക്കിയിട്ടില്ല. ശോകമാണ്. എല്ലാ അഡ്ജസ്റ്റ്മെന്റിൽ തന്നെ പോവാം, എന്നാലും കുഴപ്പമില്ല. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ? നമ്മളിതൊക്കെ ലൈഫിലൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളതിൻ്റെ പേരിൽ കുഴപ്പമില്ല. സുധി മേക്കപ്പ് ചെയ്ത് ഇറങ്ങാണ്. സുധി ലൈൻ അടിക്കാൻ തോന്നുന്നു. എന്തായാലും ആജന് ഇനി ആരും ലൈൻ അടിക്കാൻ നോക്കിയാലും ഇങ്ങോട്ട് നോക്കത്തില്ല. അങ്ങോട്ട് ആരെങ്കിലും പിറകെ പോയാലും മൈൻഡ് ചെയ്യില്ല. കാരണം അതിനും വേണ്ടി ഞാൻ തീറ്റി പറ്റിയിട്ടുണ്ടേ. കോൺഫിഡൻസ് ഉണ്ടോ ഗൈസ്? ഇനി എവിടെ പോകും? ഒരിടത്തും പോവില്ല. ആ ഒരു കോൺഫിഡൻസ് തേങ്ങ എന്നിട്ടെങ്കിലും തേക്കണത്. ഞാനൊന്ന് വല്ലാതെ വെളുത്തു തോന്നുന്നു ഫോണില്. അത് ഞാൻ കടത്തിക്കൊണ്ട്. അപ്പൊ ഗൈസ് നമ്മൾ കുളിച്ചു റെഡിയായി. ടോർച്ചൊക്കെ എടുത്തിട്ട് പോകാൻ. ഒന്ന് എടുത്തോളൂ, ഒന്ന് മതി.
പോരെ. മറ്റത് എന്താ പറയുക, ചാർജിന് ഒന്നും ഇട്ടില്ല, ഒരു ചാർജല്ലേ ഉള്ളൂ, സോ എടുത്തില്ല. പിന്നെ ഗൈസ് ഞാൻ മൈലാഞ്ചി ഇട്ട് കണ്ടോ, എൻ്റെ ഫ്രണ്ട് കൊണ്ട് തന്നതാണ് റഫ്ന ഇട്ടിട്ട് കുറച്ച് നാളായെങ്കിലും നമ്മളിപ്പം ഒരുമിച്ച് വ്ളോഗ് എടുക്കുന്ന ഇന്നല്ലേ, സോ ഇന്ന് കാണിച്ചു. പോകാം, താഴെ പോയിട്ട് വേണം ക്രിക്കറ്റ് കളിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉള്ളൂ. എന്തായാലും പോട്ടെ. നമ്മളെ റബ്ബർ തോട്ടം, നമ്മുടെ ഈ ഒരു സുന്ദരമായ സ്ഥലം കാണുമ്പോൾ ഇതാണ് നമ്മുടെ സ്വർഗം അല്ലേ ആർച്ചേ? പതിവില്ലാതെ ഏത് വണ്ടിയാടാ പോണ ബേബി? പാലും വണ്ടിയാ? പാലും വണ്ടി, റബ്ബർ പാല്. എന്തായാലും പോവാൻ കഴിച്ചു. ഇവിടെ കാണുമ്പോൾ നമുക്ക് സ്വർഗമാണ് സ്വർഗം. എന്തായാലും താഴെ പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ഇന്ന് എന്ത് പൊങ്കൽ, മകരം 1, അപ്പം എന്താ പൊങ്കലോ അങ്ങനെ എന്തൊക്കെ ഉണ്ട്. അപ്പോൾ പായസം എന്തോ ചേച്ചി പറഞ്ഞ്, അപ്പം എന്തായാലും തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. താഴെ അമ്പലത്തിലാണ് പരിപാടി. എന്തായാലും പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. മരമൊക്കെ മുട്ട അടിച്ച്, കാരണം ഒന്നിലും ഇലയില്ല, എല്ലാം മുട്ട അടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. ഇല പൊഴിയും ശിശിരത്തിൽ. അങ്ങനെ നമ്മൾ നടന്ന് ഇവിടെ എത്തി. വീട്ടിൽ പിള്ളേരുണ്ടാന്ന് നോക്കട്ടെ. അതാണ് അവധിയാണ്, ചിലപ്പം കളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഉണ്ണി പോകാൻ ചാൻസ് കുറവാണ്, സൈക്കിളില്ല, അപ്പം പോയിട്ടുണ്ടാവും. നോക്കാം. തക്കുട് കിടക്കുന്നു, തക്കുട് വേണം കേസ് കിടക്കുന്ന. തക്കുടീ കണ്ട തക്കുട് മോനീ. ഓ തക്കുടിപ്പം ഓടിപ്പടഞ്ഞ് വരുന്നത് സ്റ്റെപ്പിൻ്റെ അവിടെ വരും. കണ്ട പിള്ളേരില്ല, അവൻ വരുന്നത് സ്റ്റെപ്പിൻ്റെ അവിടെ ആയിരിക്കും കൈസ്. എവിടെ തക്കുട എവിടെ പൊന്നേ? കണ്ട ഇവിടെ ഉണ്ട്. വിളിച്ചു ഞാൻ അവനെ. പറയൂ എസ് എന്താണ്? ഓ റീലി പറയട്ടെ, എൻ്റെ ഫോണാണ് ഗൈസ് ആ കാണുന്നത്. തക്കുട് ഓടി വരുക. അപ്പോൾ ആറ്റിൻ്റെ സൈഡൊക്കെ ഇടിഞ്ഞു ഗൈസ്. ആർച്ചാണ് നമ്മുടെ ശരിക്കുള്ള വഴിയൊക്കെ ഇടിഞ്ഞ് തകർന്ന് തരിപ്പണമായി. എല്ലാം ഇടിഞ്ഞു പോയി ഗൈസ്, കണ്ടോ, സൈഡൊക്കെ ഇടിഞ്ഞു പോയി. അപ്പോൾ എന്തായാലും നമ്മളതുകൊണ്ട് പറമ്പിൽ കൂടി കയറി വന്നു ഇല്ലേ അർജേ? ഓക്കെ, വെള്ളമൊക്കെ കുറച്ച് നേരം ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു ഗൈസ്. ഇവിടെ ഇരിക്കാം. ഇപ്പോൾ കുഞ്ഞയുടെ കടയിൽ നിന്ന് നമ്മൾ ചൂട് പഴംപൊരി വാങ്ങിച്ച്, അപ്പോൾ ഒരു മിനറൽ വാട്ടറും വാങ്ങിച്ച് കുടിക്കാം. അതാണ് ഞങ്ങൾക്ക് 2 പേർക്കും ഇല്ല, ഞാൻ കട്ടനും കുടിക്കുന്നേ ഉള്ളൂ. അപ്പം ഞാൻ വിചാരിച്ച് ഈ ആറ്റിൻ്റെ അവിടെ ഇരുന്ന് ഇങ്ങനെ കഴിക്കാൻ, ഇത് പ്രത്യേക രസമാണ് ഇവിടെ. പിന്നെ ഇവിടെ ഫുള്ളും ചേട്ടന്മാരുടെ ലൊക്കേഷനാണ് ഇല്ലേ ആർജെ? വെള്ളടിയാണ്. അപ്പോൾ എന്തായാലും ഇവിടെ ആൾക്കാരെ കണ്ടു കേട്ടോ, അതോ അവിടെയൊക്കെ വീടുണ്ട്. അപ്പോൾ ഇവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. അവിടെ ചീട്ടുകളി എല്ലാ പരിപാടിയുണ്ട്. കേസിന് മീനൊക്കെ മേടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഞാൻ ഫേമസ് ആക്കണം. വ്ളോഗ് അത് കേസ് ചോദിച്ചു. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് ഈ സമയത്ത് ഇവർ വരുന്നതാണ് മീൻ മേടിച്ചപ്പോൾ നമ്മൾ 2 കണ്ണൻകൊഴിയാള വള്ളിക്കൊഴിയാള 2 വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് ഇവിടെ ചേച്ചീൻ്റെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോകും. എന്നിട്ട് ചിപ്പി ചേച്ചി വരുമ്പോൾ ചിപ്പി ചേച്ചിയുടെ കൂടെ വന്നിട്ട് എടുക്കും. ഇത് 2 100 രൂപ. പിന്നെ മീൻ തിന്നാനുള്ള കൊതി കൊണ്ട് വാങ്ങിച്ചതാണ്. എന്തായാലും പോവാം ഗൈസ്. ചോറ് വെക്കണ്ട, ദോശയ്ക്കുള്ള. കൊച്ചിയെ വെച്ച് നോക്കുമ്പോൾ മീൻ വില കൂടുതലാണ് ഗൈസ്, ഭയങ്കര വിലയാണ്. കാരണം 2 മീന് 100 രൂപയാണ്, ഭയങ്കര ശോകമാണ്. കാരണം 2 മീന് 100 രൂപയാണത്. നമ്മളവിടെയൊക്കെ റേറ്റ് അത്ര ഉണ്ടാവില്ല. എനിക്ക് തോന്നുന്നു തൂക്കി കഴിയുമ്പോൾ ഇപ്പോൾ 3-4 മീൻ കിട്ടുന്നുള്ളൂ. ചെറിയ 2 മീനാണ് ഇവർ തൂക്കാതെ എണ്ണം വെച്ചാൽ കൊടുക്കണത്. അപ്പോൾ നമുക്ക് നഷ്ടമാണ് ശരിക്കും. മീൻ വണ്ടി തന്നെ പോയി. നമുക്ക് എന്തായാലും പോവാം. ഇവിടെ വഴിയിൽ ആരോ പാമ്പിനെയൊക്കെ കൊന്നിട്ടിരിക്കണം ഗൈസ്. കുറേ വീട്ടുകാരാന്ന് തോന്നുന്നു പാമ്പിനെ കൊന്നിട്ടേക്കണത്. നമുക്ക് പോവാം. പാമ്പ് ഇഷ്ടംപോലെ പറയുമ്പോൾ ആരും കളിയാക്കാറുണ്ട്. ഇവിടെ പാമ്പുണ്ടാവും, ആദ്യം എന്താ കള്ളം പറയുന്നുണ്ട്. കള്ളം തന്നെ കേസ് സീരിയസ് ആയിട്ട് പാമ്പൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് ഇവിടെ. പാമ്പിൻ്റെ അടുത്ത് പറയാൻ പറ്റുമോ? പാമ്പ് ഞാൻ വ്ളോഗ് എടുക്കുകയാണ്, എനിക്ക് കുറച്ച് പോസസ് തരണമെന്നുണ്ട്, പറയാൻ പറ്റില്ലല്ലോ കേസ്. പാമ്പ് ഒന്നെങ്കിൽ നമ്മൾ കണ പേടിച്ചോടും, അതിന് നമ്മൾ തട്ടിയിട്ട് കൊടുക്കും. അതായി നടക്കുന്നത് എപ്പോഴും. ശ്രുതിയോട്ടൊരു മീനെ കണ്ട് അവളവിടെ പോയി കല്ലടിയിൽ പോയി കഷ്ടപ്പെട്ട് കപ്പലണ്ടി കടിച്ച് തൊപ്പി കൊടുക്കുക മീൻ പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ട്. തേങ്ങ ഇങ്ങനത്തെ സൈക്കാണ്. ആറ്റിലെ മീനൊക്കെ തിന്നാൻ കൊടുക്കാം.
അതാണ് വലുതാണെന്ന്, ഭയങ്കര വലുതാണെന്ന് പറയുന്നത്. എനിക്ക് കാണാൻ പറ്റില്ല, കാരണം ഞാൻ കണ്ണെടുക്കാത്തതുകൊണ്ട് കാണുന്നില്ല. എനിക്ക് അവിടെ പോലെ കാണുള്ളൂ, ഇവിടെ നിന്നിട്ട് കാണുന്നില്ല. എന്നാലും തേങ്ങ കണ്ടല്ല, തേങ്ങ കള്ളം പറയാറില്ല ഈ കാര്യത്തിൽ. അടുത്ത മാസം വരട്ടെ ഞാൻ പിടിക്കാൻ പറഞ്ഞത്. ശരിക്കും അടുത്ത മാസം വരാൻ ചാൻസ് ഉണ്ട്, അത് പറഞ്ഞാൽ. തള്ള എപ്പോഴാണ് പറഞ്ഞത്, തള്ളയെ കണ്ടിട്ടാണ്. ഇതൊക്കെ ഇത് നിങ്ങളെ സുന്ദരിയാണോ? അല്ല, വേറെ ഏതോ പൂച്ച. എടുക്കങ്ങോട്ട് പാവത്തിനാ. എത്ര നേരാണത് ആ പൊട്ട വെയിലത്ത് കിടക്കണത്. കൊച്ചിനെ എടുക്കൂല തള്ളേരെ ബസ് വന്നു കഴിഞ്ഞാൽ അപ്പം കൊട്ടിയിടന്ന് പറഞ്ഞു. അവൻ്റെ സ്നേഹപ്രകടനം ഇപ്പം നോക്കിക്കോണേ. ഓടി, കള്ളനാറി ഓടി. നിങ്ങളടുത്തുള്ള സ്നേഹപ്രകടനമാണെന്ന്. ഓട് ഓട് ഓട്. അപ്പോൾ ചേച്ചിയുടെ കൂടെ നമ്മൾ കടയിലോട്ട് പോകണം ഗൈസ്. അപ്പം പോയിട്ട് വരാം. എന്തായാലും എന്താ പറയുക, സാധനം മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതെടുത്തോണ്ട് വരാം. ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് കൊണ്ടുവരാം നിഷ. അങ്ങനെ ശ്രുതി മാവൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. മീൻ നമ്മൾ നേരത്തെ ആ ചേച്ചിയുടെ കടയിൽ ഫ്രിഡ്ജ് വെച്ചേക്കായിരുന്നു വാങ്ങിച്ചിട്ട്. അപ്പോൾ അതും എടുത്തു, മാവും എടുത്തു. അങ്ങനെ വീട്ടിൽ പോവാം. ചേച്ചി ഇറങ്ങട്ടെ. ഇറങ്ങിയിട്ടില്ല ചേച്ചി, കഥയും പറഞ്ഞു. അപ്പം നമുക്ക് അങ്ങോട്ട് അവിടെ പോകാതിരിക്കാം, ഞാൻ അപ്പുറത്ത് മാറിക്കാന്ന് വെച്ച്. ചേച്ചിയുടെ കടയിൽ പാലം കയറിയിരിക്കുക, കൊണ്ട് ഒരുമിച്ച് പോകണ്ട. അപ്പോൾ നമ്മൾ ചേച്ചി വീട്ടിൽ പോകാൻ വേണ്ടി പോകണം. 8 മണി പോകണം. ഇരുട്ടായി തുടങ്ങിയിട്ട് ഷോർട്ട് ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട്. സമയം 6:15 6:15 ഇത്രയാണ് വീട്ടിൽ കയറണം. ഇവിടുത്തെ വഴിയൊക്കെ ഉണ്ടോ കേസ്, വേറെ ലെവൽ വഴിയല്ലേ. ഇങ്ങനെയൊക്കെ കയറി പോകണം. തെന്നിക്കഴിഞ്ഞാൽ വീണ്ടും സൂപ്പറായിട്ട് ചിരിച്ചിരിക്കാം താഴത്ത്. അപ്പോൾ കേസ് നന്നായിട്ട് ഇരുട്ടായി കാണുന്നില്ല, അവിടെ നമ്മൾ ടോർച്ച് അടിച്ചെടുക്കുന്നത്. അപ്പോൾ വീട്ടിൽ പോവാം. ബാക്കിയാണ് അവിടെ പോയിട്ട് പറയാം. ഭയങ്കര ഇരുട്ടായി പോയി. അപ്പോൾ നമ്മൾ വീട്ടിലെത്തി കേസ്. വെള്ളം എടുക്കട്ടെ, ദാഹിക്കണം, വെള്ളം കുടിക്കണം. നമ്മൾ താഴ്ന്നു പോയി. ഞാൻ വിയർത്തേക്കുണ്ടോ അവിടെ വിയർത്ത്. നമ്മൾ മഴയായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വീഡിയോ എല്ലാവർക്കും അറിയാൻ പറ്റും സംഭവമൊക്കെ. സൂര്യ ഫസ്റ്റ് വെള്ളം കുടിക്കാണ്. ഇവിടെ എനിക്ക് കുടിക്കാനായിട്ട് വെള്ളം കുടിക്കട്ടെ, ദാഹം മാറുന്നില്ല. നമുക്ക് രാത്രിക്കുള്ള ഫുഡിനുള്ള സാധനം സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഉള്ളിലേക്കൂടെ ഉള്ള ഉള്ളിയായിരുന്നു. അതുകൊണ്ട് വാങ്ങിയിട്ട് വന്നില്ല. ഫേമസ് നമുക്ക് അവിടെ പോയിട്ട് കാശുണ്ടായിരുന്നില്ല, അതുകൊണ്ട് വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. ബാക്കി അന്ന് വാങ്ങിച്ചുള്ള കേടാവത്തല്ലേ നിശു? കുറച്ചായി, 2 മാസമാണ്. കഴിഞ്ഞ 9 മാസം വന്നപ്പോൾ വാങ്ങിച്ചതാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇത് വെച്ച് ഉണ്ടാക്കിയെടുക്കാമല്ലോ. മീൻകറി വെച്ച് അതാണ്. ശ്രുതിക്ക് ഇനി ഇരുട്ടത്ത് ബക്കറ്റിൽ തുണി അലക്കാനുണ്ട്. ഞാൻ പറഞ്ഞ രാവിലെ അലക്കാനുണ്ട്. അപ്പോൾ മുക്കി വെച്ച് വൈകിട്ട് അലക്കാൻ പറഞ്ഞു. ഇതിൻ്റെ ടൈപ്പ് എന്നാൽ ശ്രുതി അലക്കാൻ വേറെ വഴിയില്ല. ഇനി പിന്നെ ഈ മീൻ നന്നാക്കാണ്ട് വെള്ളം ഞങ്ങൾ കൊടുക്കും. പാത്രം കഴുകാണ്ട് മീൻ നന്നാക്കാണ്ട് ഇതൊക്കെ ചെയ്തിട്ടാണ് കറി ഉണ്ടാക്കിയിട്ട് ഫുഡ് ഉണ്ടാക്കിയിട്ട് ദോശയും മീൻകറിയും കൂടി കഴിക്കാനായിട്ട്. ചമ്മന്തി അരക്കണം, മീൻകറി ഉണ്ടാക്കണം, എന്തൊക്കെ പണിയുണ്ട് ശ്രുതിക്ക്. കുറേ പണികളുണ്ട് ശ്രുതീസ്. ശ്രുതിയൊക്കെ ഫാസ്റ്റ് അടിച്ചാണ്. ഞാൻ ഹെൽപ്പൊക്കെ ചെയ്യും. എന്നാലും സമയമായില്ല, ഒരുപാട് ലേറ്റായി പോയി. സമയം ഇപ്പോൾ എത്ര മണിയായി? 7:04. 8 മണിക്ക് മുന്നേ ആവും ശ്രുതി. തേങ്ങ 8 മണിക്ക് ഫുഡ് കഴിക്കുന്നുണ്ട്. നോക്കാം. ശ്രുതി എനിക്ക് തുണി അലക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഉണക്കട്ടെ. ശ്രുതി സമയം കൊണ്ട് പാത്രം കഴുകി മീൻ നന്നാക്കി സെറ്റാക്കി എടുക്കുന്നതായിരിക്കും. ഞാൻ അതുകൊണ്ട് തുണി ഒന്ന് നോക്കട്ടെ, അല്ലെങ്കിൽ ശരിയാവില്ല. ശ്രുതി അങ്ങനെ പാത്രം വൃത്തിയാക്കാണ്. ഞാൻ പോയി നോക്കാട്ട് ഓടിയാൽ. അതിപ്പോൾ ഒന്നാമത് വീണ്ടും നന്നാക്കണത്. ഇപ്പോൾ കഴുകണത് നമ്മൾ വീണ്ടും ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി പോകില്ലേ, മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ നമ്മൾ കൈ എടുക്കണമല്ലോ, അല്ലെങ്കിൽ ശരിയാവില്ല. വെച്ചിട്ട് എലിയൊക്കെ അരിച്ച് എലിയും പാറ്റയൊക്കെ അരിച്ചിട്ട് വൃത്തിയായിട്ടുണ്ടാവും. അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് വൃത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അസുഖം വരുമല്ല. അതിന് മേടിച്ചില്ല, അതെന്ന് വെച്ചു. അങ്ങനെ ഡ്രസ്സൊക്കെ വിരിച്ച് കഴിഞ്ഞു. ഡ്രസ്സൊക്കെ വിരിച്ചിട്ടുണ്ട്. നാളെ കുണക്കിട്ടുകൊണ്ട് ശരിയാവില്ല. പോകുമ്പോൾ അവിടെ നിൽക്കലൊക്കെയാണ്. പിന്നെ ഒരു വ്യക്തി അവിടെ എടുക്കണം, പോയി എടുത്തുകൊണ്ടില്ല. അവിടെ എടുത്താന്ന് വെച്ചാൽ പിന്നെ നമുക്ക് കുക്ക് ചെയ്യാൻ ആവശ്യം എടുക്കാമല്ലോ. ഞാൻ ബക്കറ്റിൽ എടുത്തുകൊണ്ടിട്ടെ. ശ്രുതി മീൻ നന്നാക്കി തീരാറായി. ഞാൻ ബക്കറ്റിൽ എടുക്കട്ടെ. വേറെയാ ശ്രുതി പാത്രം കൈ കൊണ്ടുവന്നൊക്കെ ചൂടത്തിൽ കഴുകാണ്. കാരണം ഇത് കുറേ നാട്ട് ഉപയോഗിക്കത്തില്ലേ, സൈക്കോ അല്ലേ ഗൈസ്. വൃത്തിയാകാൻ വേണ്ടിയുള്ള നല്ലതായിരുന്നു തന്നെയല്ലേ. കാരണം കുറേ നാട്ട് ഉപയോഗിക്കാത്ത പാത്രമല്ലേ, എലിയും പാറ്റയൊക്കെ കയറി ഭയങ്കര വൃത്തിയായിട്ടുണ്ടാവും. അപ്പോൾ അതാണ്. അതുകൊണ്ട് വെള്ളം പെട്ടെന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ചൂടുവെള്ളത്തിൽ പാത്രം കഴുകാൻ ശ്രുതി. നല്ല തിളച്ച വെള്ളമാണ്, കൈ പൊള്ളാണ്. എൻ്റെ കൈ പൊള്ളുന്ന സാധനം പിടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി സ്റ്റീലിൽ പിടിച്ച് ഞാൻ കൈ പിടിക്കാതെ ഇപ്പോൾ ഓക്കെ ആയി. അപ്പോൾ നല്ല ചൂടുവെള്ളത്തിൽ കഴുകണത് കൈ എടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും.
അപ്പോൾ പാത്രവും വൃത്തിയാവും, നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാമല്ലോ അല്ലേ നിഷു? ശ്രുതി എന്തായാലും ഇരുമ്പാമ്പുളി ഉണ്ട്, പിന്നെ തക്കാളി ഉണ്ട് അല്ലേ നിഷു? പച്ച തക്കാളി ഉണ്ട്, ഇരുമ്പാമ്പുളി ഉണ്ട്. ഇത് നമ്മൾ താഴത്തെ ചേച്ചി ഇവിടെ നിന്ന് വാങ്ങിച്ചോണ്ടെന്നാണ്. കടമാണ്, എല്ലാം കടമാണ്, എല്ലാം കടമാണ്. പച്ചമുളക് വാങ്ങിച്ചു, അങ്ങനെയൊക്കെ ചേച്ചിയുടെ നേരുന്നുണ്ടെന്നാണ്. അതൊക്കെ വെച്ചിട്ട് രാത്രി കറി ഉണ്ടാക്കുന്നത്. നമ്മൾക്ക് സവാള മാത്രമേ ഉള്ളൂ. അതെ ചേച്ചി സ്റ്റേ അടിച്ചേനെ. നമ്മൾ ഞായറാഴ്ചയിലല്ലോ വന്നത്. ഇനി വരുന്ന ദിവസം അടുത്ത മാസം വരുമ്പോൾ ഞായറാഴ്ച ചേച്ചിയുടെ വീട്ടിൽ ദിവസം സ്റ്റേ അടിക്കാൻ പറ്റുന്നുണ്ട്. ഒരു ഞായറാഴ്ച ചേച്ചി. അതെ അതെ, രസമാണ്. പ്ലാൻ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞായറാഴ്ച ചേച്ചിയുടെ വീട്ടിൽ സ്റ്റേ അടിക്കുന്നതായിരിക്കും. പിന്നെ ഇതൊക്കെ അറിഞ്ഞ് സെറ്റായിട്ടോണം കറി വെക്കാനായിട്ട്. ഫസ്റ്റ് കറി വെച്ചിട്ട് പിന്നെ ദോശ ഉണ്ടാക്കുന്ന പ്ലാൻ ചെയ്യുന്നത് വെച്ചു. കാരണം പാത്രം സെറ്റ് ആക്കണ്ടേ. ദോശ ഉണ്ടാക്കാൻ പെട്ടെന്ന് നടക്കും, പക്ഷേ കറിയൊക്കെ സമയം എടുക്കുമല്ലോ. സമയം എടുക്കില്ല. ശ്രുതിയുടെ ഫാസ്റ്റ് ഉണ്ടാക്കും. റെസിപ്പി ഞങ്ങൾ പറഞ്ഞില്ല, സിമ്പിൾ റെസിപ്പിയാണ് ശ്രുതി ഉണ്ടാക്കുന്നത്. ഓടിച്ച് ശ്രുതി പറഞ്ഞു തരും ഇല്ലെന്ന് വെച്ചു എങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന്. കാരണം ഇതൊക്കെ ബാച്ചിലേഴ്സിന് ഉപകാരപ്പെടുന്ന റെസിപ്പിയാണ്. നിങ്ങൾക്കൊക്കെ ഒറ്റയ്ക്ക് അവിടെ നിൽക്കുമ്പോൾ സാളൊന്നും ഇല്ല, അതില്ല, തട്ടിക്കൂട്ടൊരു കറി സെറ്റാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റെസിപ്പി ഫോളോ ചെയ്താൽ മതി. നല്ല ടേസ്റ്റ് റെസിപ്പിയാണ്, അതോടെ കാര്യം. അങ്ങനെ കൊള്ളില്ലാത്ത റെസിപ്പി ഒന്നുമില്ല. അതാണ് മധുരം ഇല്ലാത്തതുകൊണ്ടാണ് ഫീൽ കുറവായത്. തേങ്ങ നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. നന്നായിട്ട് ഉണങ്ങിയാലേ മധുരം വരുള്ളൂ. ചെറുതായിട്ട് ഉണങ്ങിയിട്ടുള്ളൂ. നന്നായിട്ട് ഉണങ്ങി കഴിഞ്ഞാൽ നല്ല മധുരമാവും. ആ തേങ്ങയിലുള്ള മധുരം കൂടി വെള്ളത്തിലിറങ്ങും. അങ്ങനെയാണ് സാധാരണ മധുരം വരാറ്. പിന്നെ ഇത് പൊങ്ങില്ലല്ലോ, പൊങ്ങണ്ടെങ്കിൽ പൊളിച്ചാനേ. അപ്പോൾ പൊങ്ങുണ്ടെങ്കിൽ നല്ല വെള്ളം ഉണ്ടായി, നല്ല മധുരം ഉണ്ടായി. വെള്ളം കുറവായിരിക്കും, പക്ഷെ നല്ല മധുരമായിരിക്കും. എന്തായാലും ശ്രുതി തേങ്ങ സെറ്റാക്കി എടുത്തിട്ട് ഫസ്റ്റ് കറിക്കുള്ള സംഭവിക്കണത് റെസിപ്പി ഒന്ന് ഓടിച്ച് പറഞ്ഞു. പാല് പിഴിഞ്ഞെടുക്കും. നന്നായി ഞാനൊരു 5-6 സവാള ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും ഒന്ന് ഇതാക്കണം. വെളുത്തുള്ളി അധികം ഒന്നും ചെയ്യില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ കയ്യിൽ വല്ലതും ഉണ്ടെങ്കിൽ, ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, സവാള നന്നായിട്ട് വഴട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ ചിക്കൻ കറിയൊക്കെ വെക്കൂലേ അതേപോലെ തന്നെ നമ്മൾ മല്ലിപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞളൊക്കെ ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇത് തക്കാളി ഉണ്ടെങ്കിൽ ഒരു തക്കാളി ഇടാം. അപ്പോൾ ഇങ്ങനെ ഒരു കൊഴുപ്പ് കിട്ടും. അപ്പം എല്ലാം നന്നായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കും പെരുംജീരകം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി പെരുംജീരകം ഇടാം. അപ്പോൾ പെരുംജീരകം ഇടുകയാണെങ്കിൽ കുറച്ചും കൂടി അതിൻ്റെ ഒരു ഫ്ലേവറും കൂടി കിട്ടും. നമ്മൾ ഈ ഹോട്ടലിലെ കിട്ടില്ല, അങ്ങനെ ഒരു റെസിപ്പിയാണ്. അപ്പം ആ പെരുംജീരകവും കൂടി ഇട്ട് കുറച്ച് നന്നായിട്ട് വഴറ്റി എടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക. ഫസ്റ്റ് വെള്ളം ഒഴിച്ച് ഈ മീൻ മുങ്ങുന്ന വിധത്തിന് ഒന്നിതാക്കുക. എന്നിട്ട് അത് ഫുള്ള് ഒന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ എണ്ണം കണ്ടു. ഇനി ഞാൻ ഉപ്പിട്ടില്ല എന്ന് പറയരുത്. എല്ലാം ഇട്ട് നന്നായിട്ട് സെറ്റ് ചെയ്ത് ഇങ്ങനെ വറ്റി വരുമ്പോൾ ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങ് അടച്ചിറക്കണം. എന്നിട്ട് ഇച്ചിരി ഉലുവ വേണമെങ്കിൽ പൊട്ടിക്കാം, ഉലുവ വേണമെങ്കിൽ പൊട്ടിക്കാം. ഞാനിവിടെ പുളി ഇല്ലാത്തത് കൊണ്ടാണ് തക്കാളി എടുത്തിരിക്കുന്നത്. പുളി ഇല്ലാതെ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ആ തക്കാളീൻ്റെ ഇരുമ്പാമ്പുളീൻ്റെ പുളി ഇറങ്ങുമ്പോൾ തന്നെ ആ മീൻ ശരിക്കും ആവശ്യത്തിനുള്ള പുളിയും എരിവും എല്ലാം കിട്ടും. അപ്പം അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 2-3 ദിവസം കഴിക്കാം. ചോറിൻ്റെ കൂടെയൊക്കെ സൂപ്പറാണ്, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം. എൻ്റെ അനിയെ ഒരു പ്രാവശ്യം കഴിച്ചിട്ട് പറഞ്ഞത് നല്ല രസമുണ്ടെന്ന്, എന്നെ കെട്ടിയവനും പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. അന്ന് ഒരു പ്രാവശ്യം വെച്ച് കൊടുത്തോളൂ. അത് വീണ്ടും ഞാൻ ഇന്നാണ് വെക്കുന്നത്. അത് വെച്ചിട്ട് അപ്പോൾ ശ്രുതി മീൻ കറികളൊക്കെ ചട്ടയൊക്കെ അടുപ്പിച്ചിട്ടുണ്ട്. നമ്മളിന്ന് ഗിരീഷ് ചേച്ചി, നമ്മുടെ സബ്സ്ക്രൈബർ ഫ്രണ്ട് ഗിരീഷ് ചേച്ചി നമുക്കിവിടെ വീട്ടിൽ കൊണ്ടുതന്ന ഫിഷ് മസാലയാണ് നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി. ചേച്ചി ഉണ്ടാക്കിയ ഫിഷ് മസാലയാണ് അല്ലേ നിഷു? ഹോം മെയ്ഡാണ് ചേച്ചി ഉണ്ടാക്കിയ ഫിഷ് മസാലയാണ് നമ്മളിന്ന് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് കറി വെക്കാനായിട്ട്. ചേച്ചി കൊണ്ടിട്ട് അധികം ഒന്നും മസാല ചേർക്കേണ്ട ആവശ്യമില്ല, ഇത് മാത്രമേ ചേർത്താമെന്ന് ചേച്ചി കൊണ്ട് വാങ്ങിച്ച് ചേച്ചി കൊണ്ട് വന്നിട്ട് കുറച്ചായി. കേടായിട്ടൊന്നുമില്ല അല്ലേ നിഷു? ശ്രുതി വെളുത്തുള്ളി ചവച്ചെടുത്താണ്. മിക്സി ഉണ്ടെങ്കിലും മിക്സിയിൽ തേങ്ങ അരച്ച് വെച്ചേക്കുന്നതുകൊണ്ട് വെളുത്തുള്ളി അരി ചവച്ചെടുത്താണ്. പിന്നെ നാളെ ആകുമ്പോൾ വീണ്ടും അതിൻ്റെ പുറകെ അതാണ് ഇത് വൃത്തിയാട്ടെ. ഇന്നത്തെ ഡേ മൈ ലൈഫ് വെച്ച് മിക്കവാറും ഒരുപാട് ലെങ്തായി പോകാൻ ചാൻസ് ഉണ്ട്. ലെങ്തായി പോകണമെങ്കിൽ എല്ലാവരും ക്ഷമയോടെ കാണാൻ ശ്രമിക്കുക അല്ലേ നിഷു? നമ്മൾ ട്രൈ ചെയ്യാം. ദാസ പിന്നെ മീൻകറി കടു കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ഞാൻ ഒലിവും ഒട്ടിച്ചിട്ട് ചോദിച്ചു ഇല്ല നിഷു? വെളുത്തുള്ളി ഇഞ്ചി ഉണ്ടാകത്ത് വെളുത്തുള്ളി ഇഞ്ചി വേണ്ടല്ലോ ഈ മീൻകറിക്ക്. ഈ മീൻകറിക്ക് ഇഞ്ചി ആവശ്യമില്ല ഗൈസ്. അങ്ങനെ ഓരോ മീൻകറിക്ക് ഒരേപോലെയാണ്, റെസിപ്പി വ്യത്യാസമുണ്ടാവും. എന്തായാലും ശ്രുതി കുക്ക് ചെയ്യട്ടെ.
അതായത് നമ്മൾ മീൻകറി സെറ്റായിട്ടുണ്ട്. വെള്ളമൊക്കെ ഒഴിച്ച് നമ്മളത് മീനൊക്കെ ഇട്ട് വെള്ളം നിറച്ച് മീനൊക്കെ ഇട്ടത് സെറ്റായിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിച്ചെടുത്തിട്ട് വേണം കുറുക്കിയിട്ട് വേണം നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. എന്താണെന്ന് വെച്ചോ തേങ്ങാപ്പാലൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. തേങ്ങാപ്പാൽ രണ്ട് ഒഴിക്കാം. അതേപോലെ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടുണ്ട്. ആ സാധനങ്ങൾ ഇപ്പോൾ ഉപയോഗിച്ച പാത്രം കൈ എടുക്കുകയാണ്. എന്താണെന്ന് വെച്ചോ ചിരട്ടിൻ്റെ സ്തുതി വെള്ളം എടുക്കണം. കപ്പൊക്കെ അവിടെ കിണറ്റോണ്ടിരിക്കുന്നത്. അപ്പോൾ കപ്പ് ആവശ്യം വെച്ചിട്ട് കപ്പില്ല. അപ്പോൾ കൊണ്ട് കപ്പ് എടുത്തിട്ടില്ല. അവിടെ ചിരട്ട എടുക്കുന്നത്. കുഴപ്പമില്ല, ചിരട്ട നല്ലതാണല്ലോ. അതാണെന്ന് വെച്ചോ പണ്ട് ആൾക്കാർ ഇതൊക്കെ ഉപയോഗിച്ചിരുന്നത്. അത് കുഴപ്പമില്ല. അപ്പോൾ എന്തായാലും എൻ്റെ മീൻകറിയും ദോശയുമായി ആർജ് ഫസ്റ്റ് തന്നെ കഴിച്ചു നോക്കുന്നത്. എങ്ങനെയുണ്ടായത്? കൊള്ളാമല്ല. പിന്നെ നമ്മൾ ചേച്ചി തന്ന മസാലയാണ് ഇന്ന് ഉപയോഗിച്ച് നോക്കിയത്. സൂപ്പർ അല്ലേ? അതാണ്. അപ്പം എന്തായാലും ഞാനും കഴിക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ ആർജിക്ക് വയറളവും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ. ലാസ്റ്റ് ഡേ ഇന്നത്തെ ദിവസം തിരിച്ച് നാളെ ശ്രുതി പോകും. അതിൻ്റെ വിഷമത്തിലേക്കാണ് എന്ത് തേങ്ങ എന്താ നോക്കാം. അപ്പോൾ താമസിച്ചത് പുതിയൊരു വ്ളോഗായിട്ട് നമ്മൾ ഇനി റിയാക്ഷൻ ടൈപ്പ് ഓഫ് വീഡിയോസ് ഒക്കെ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നോക്കട്ടെ ചെയ്യാൻ പറ്റും. എന്റെ ഫോണ് കംപ്ലൈന്റ് ആണ്, എന്താ പറയാ വോയിസ് കിട്ടുന്നില്ല. അത് കാരണമാണ് ഞാൻ കാർട്ടൂൺ വീഡിയോ ഒക്കെ എടുത്തിട്ട് കിണിച്ചിരിക്കുന്നത്. അതെ അതെ. അപ്പൊ എന്തായാലും താമസിച്ചത് പുതിയൊരു വിശേഷമായിട്ട് എനിക്കും ബൈ ഫ്രം ആർജെ. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം. അപ്പൊ പുതിയൊരു വീഡിയോ ബെല്ലൈക്കൺ കൂടി കൊടുക്കാൻ വേണ്ടി അപ്പൊ പുതിയൊരു വീഡിയോ വരുന്നേക്കും. ബൈ ബൈ ഗൈസ്.